ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുത്തതിൻ്റെ അനുഭവം പങ്കിടട്ടെ. സ്റ്റുഡൻസിനോട് ചോദിച്ചു, എന്തിനാണ് സ്പോക്കൺ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ എന്തിനാണ് സംസാരം? അവർ പറഞ്ഞു, ആശയവിനിമയത്തിന്, അതായത് കമ്മ്യൂണിക്കേഷന്. കമ്മ്യൂണിക്കേഷന് വാക്കുകൾ മാത്രമാണോ മാധ്യമമായിട്ടുള്ളത്? അല്ല, വാക്കേതര ആശയവിനിമയവുമുണ്ട്, നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെയാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ? രണ്ട് തരമുണ്ട്. ഒന്ന് ഇല്ലാത്തതിൻ്റെ, മറ്റൊന്ന് ജീവനുള്ളവയുടെ. ജീവനില്ലാത്തവയുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഉദാഹരണം എന്തൊക്കെയാണ്? ഒന്ന് ചൂണ്ടുപലക. ചൂണ്ടുപലക എന്താണ് പറയുന്നത്? അത് ചൂണ്ടിക്കാണിക്കുന്ന വശത്ത് പോയാൽ അതിലെഴുതിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുമെന്ന്. അതിൽ വാക്ക് പറയുന്നില്ലല്ലോ, ശബ്ദമില്ലല്ലോ, എന്നിട്ടും കമ്മ്യൂണിക്കേഷൻ 100% പൂർത്തിയായി, അല്ലേ? ഇനി മറ്റൊരു ഉദാഹരണം സിഗ്നൽ ലൈറ്റ്. എന്ത് പറയുന്നു? ആംബർ കത്തുമ്പോൾ നിർത്തൂ എന്ന് പറയുന്നു. റെഡ് കത്തുമ്പോൾ അതുവരെ നിർത്തില്ല, നിർത്തടോ, ഇല്ലെങ്കിൽ 1 ഇഞ്ചിൻ്റെ അംശം വരെ മുമ്പോട്ട് നീങ്ങിയാൽ അപകടമാണ്, അല്ലെങ്കിൽ നടപടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഗ്രീൻ കത്തുമ്പോൾ പൊയ്ക്കോ എന്ന് പറയുന്നത്. വാക്കുകളില്ലാതെ തന്നെ കമ്മ്യൂണിക്കേഷൻ 100% പൂർത്തിയാവുന്നു എന്നർത്ഥം. ഇനി ജീവനുള്ളവയുടെ കമ്മ്യൂണിക്കേഷൻ, അത് രണ്ട് തരമുണ്ട്. ഒന്ന് ജീവനുള്ളവയിൽ മൃഗങ്ങളുടേത്. മൃഗങ്ങളിൽ എന്താണ് ഉദാഹരണം? പട്ടി കുരക്കുമ്പോൾ എന്താണ് അർത്ഥം? വീട്ടിന് മുന്നിലാണെങ്കിൽ നിങ്ങൾ കള്ളനാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല, എനിക്കറിയേണ്ട ആവശ്യമില്ല, അറിയുകയുമില്ല. പക്ഷേ ഇങ്ങോട്ട് വന്നാൽ ഞാൻ കടിച്ചു കീറും, അതെൻ്റെ ഉത്തരവാദിത്തമാണ്. ബൗ ബൗ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെല്ലാം മനസ്സിലായി. അതിന് വാക്കുകളുണ്ടോ? ഇല്ല. കമ്മ്യൂണിക്കേഷൻ പൂർത്തിയായില്ലേ? ആയി. ഇനി മനുഷ്യരുടെ കമ്മ്യൂണിക്കേഷൻ, അത് ആംഗ്യം കൊണ്ട്, ഇങ്ങനെ ആംഗ്യം കാണിച്ചാൽ ഇങ്ങോട്ട് വരൂ എന്നർത്ഥം. ദൂരെയുള്ള ആളോട് അങ്ങനെ പറയുമ്പോൾ ശബ്ദം കേൾക്കാതെ തന്നെ അയാൾക്ക് മനസ്സിലാവുന്നു. പൊയ്ക്കോ എന്ന് ഇങ്ങനെ വാക്ക് കേൾക്കാതെ തന്നെ ഇങ്ങനെ കാണിച്ചാൽ അത് പൊയ്ക്കോ എന്നാണ് പറയുന്നതെന്ന് 100% നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ കമ്മ്യൂണിക്കേഷൻ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനിൽ തന്നെ ആ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാവുന്നുണ്ട്. ഇനി വാക്കുകളില്ലാതെ വെറും ശബ്ദം കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് മനുഷ്യൻ. കുഞ്ഞിൻ്റെ കരച്ചിൽ, എന്തിനാണ് കരയുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ആ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായും മനസ്സിലാവുന്നുണ്ട്. അതിന് വാക്കുകളില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. ചെറിയ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഈ കരച്ചിൽ മാത്രമല്ല, വേറെ എന്തെങ്കിലും, ഇപ്പം വെള്ളം ആവശ്യമുള്ള കുഞ്ഞ് വെള്ളം ചൂണ്ടിക്കാണിച്ചോ, വെള്ളത്തിൻ്റെ കുപ്പി ചൂണ്ടിക്കാണിച്ചോ, ഫ്രിഡ്ജ് ചൂണ്ടിക്കാണിച്ചോ, എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയാൽ നമുക്ക്, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് അത് വെള്ളത്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. മനുഷ്യൻ വാക്കുകൊണ്ടല്ലാതെ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇനി നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ, വേർബൽ കമ്മ്യൂണിക്കേഷന് സഹായകമാകുന്ന ഘട്ടങ്ങളുമുണ്ട്. ഇതുവരെ പറഞ്ഞത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെ 100% കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാക്കുന്ന ഉദാഹരണങ്ങളാണ്. ഇനി അങ്ങനെ അല്ലാതെ ഭാഗികമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളുണ്ട്. അവ വേർബൽ കമ്മ്യൂണിക്കേഷൻ സഹായകമാവുകയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിങ്ങനെ കൈ കാണിച്ചാൽ അത് വേർബൽ കമ്മ്യൂണിക്കേഷൻ്റെ കൂടെ അതിന് സഹായമായിട്ട് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന എന്നർത്ഥമാണ്. പൊയ്ക്കോ എന്ന് പറഞ്ഞിങ്ങനെ കൈ കാണിച്ചാൽ അതാണ് വേർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനും പരസ്പരം സഹകരിച്ച് ആ കമ്മ്യൂണിക്കേഷൻ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. മൊത്തത്തിൽ നോക്കിയാൽ കമ്മ്യൂണിക്കേഷനിൽ ഈ വാക്കുകൾക്ക് എത്ര ശതമാനം റോളുണ്ട് എന്ന് ആലോചിക്കാവുന്നതാണ്. ഏകദേശം 7% എന്ന് ഒരു കണക്കുണ്ട്. അത് വിയോജിക്കുന്നവരുണ്ടാകാം, പക്ഷെ നമുക്കിവിടെ സൗകര്യം 7% വാക്കുകളേ ഉള്ളൂ. ബാക്കി 93% നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനാണ്. എന്ന് പറഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മുടെ പ്രശ്നം കമ്മ്യൂണിക്കേഷൻ്റെ 7% മാത്രമാണ്. ബാക്കി 93% നമുക്ക് നോൺ വേർബൽ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നോൺ വേർബൽ മാധ്യമം കഴിയുന്നത്ര പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. എന്തെല്ലാമാണ്? നമ്മുടെ ആംഗ്യം, മുഖഭാവം, നോട്ടം, ശബ്ദം, അല്ലെങ്കിൽ ടോൺ ഓഫ് വോയിസ്, നമ്മുടെ സ്വരം, ഇതൊക്കെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സമർത്ഥമായി ഔചിത്യപൂർവ്വം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വേർബൽ കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് നികത്താൻ പറ്റും. നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം ശക്തമാണെന്നതിന് ഒരു ഉദാഹരണം കൂടി പറയാം. ഒരേ വാക്ക് തന്നെ നാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ വ്യത്യാസം കൊണ്ട് അർത്ഥത്തിൽ വ്യത്യാസം വരാം. ഇപ്പോൾ കുഞ്ഞിനോട് സ്നേഹം തോന്നുമ്പോൾ പൊന്നുമോനെ എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്കറിയാമല്ലോ. നേരെ മറിച്ച് അവനെന്ന് കുരുത്തക്കേട് കളിക്കുമ്പോൾ പൊന്നുമോനെ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാനെന്ന് പറഞ്ഞാൽ ആ പൊന്നുമോനെ എന്നുള്ളതിൻ്റെ അർത്ഥം വ്യത്യാസമല്ലേ?
എവിടെയെങ്കിലും പോയിക്കോട്ടെ, കളിക്കാൻ പോയിക്കോട്ടെ എന്ന്, മഴയത്ത് കളിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ പോയിക്കോ, പോയിട്ട് വന്നിട്ട് പനിച്ച് കിടക്ക് എന്ന് പറഞ്ഞാൽ, കളിക്കാൻ പോയിക്കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നേരെ വിപരീതമല്ലേ? എന്താണ് അവിടെ വ്യത്യാസം വന്നത്? വേർബൽ കമ്മ്യൂണിക്കേഷന് എതിരായിട്ടാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ വന്നത്. എന്നിട്ട് അവിടെ ഏതിനാണ് പ്രാധാന്യം? നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷന് അത്രമാത്രം പ്രാധാന്യമുണ്ട്, ശക്തിയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് സമർത്ഥമായി ഉപയോഗപ്പെടുത്തി, നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ സമർത്ഥമായി ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിലെ ആ വേർബൽ കമ്മ്യൂണിക്കേഷനിലെ കുറവ് നികത്താൻ പറ്റും. ബാക്കി അടുത്ത പ്രാവശ്യം. താങ്ക് യു.